അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 6 താരീഖുൽ ഇസ്ലാം ഹാഫ് ഇയർലി എക്സാമിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഇത് 2024 ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരി ഉത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഇബ്രാഹിം നബി അലൈഹി സലാമിൻ്റെ പിതാവ്. ഓപ്ഷൻസ്: താറഖ്, ആസർ, ഹൂദ്. ശരി ഉത്തരം താറഖ്. 2. യാക്കൂബ് നബി അലൈഹി സലാമിൻ്റെ സന്താനങ്ങൾ. ഓപ്ഷൻസ്: 16, 12, 18. ശരി ഉത്തരം 12. 3. ഇദ്രീസ് നബി അലൈഹിസ്സലാമിൻ്റെ പൗത്രൻ. ഓപ്ഷൻസ്: അയ്യൂബ് അലൈഹിസ്സലാം, സ്വാലിഹ് അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം. ശരി ഉത്തരം നൂഹ് നബി അലൈഹിസ്സലാം. 4. തൂഫാനിന് ശേഷം നൂഹ് നബി അലൈഹിസ്സലാം ജീവിച്ചു. ഓപ്ഷൻസ്: 60 വർഷം, 40 വർഷം, 950 വർഷം. ശരി ഉത്തരം 60 വർഷം. 5. ഇബ്രാഹിം നബി അലൈഹി സലാം മറമാടപ്പെട്ടത്. ഓപ്ഷൻസ്: സദൂം, ഹബ്രോൻ, ഹിജർ. ശരി ഉത്തരം ഹബ്രോൻ. 6. ആദം അലൈഹി സലാമിൻ്റെ മകൻ. ഓപ്ഷൻസ്: ഇദ്രീസ് അലൈഹി സലാം, നൂഹ് നബി അലൈഹി സലാം, ഷീസ് അലൈഹി സലാം. ശരി ഉത്തരം ഷീസ് അലൈഹി സലാം. അടുത്ത പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 7. ലൂത്ത് അലൈഹിസ്സലാം നബിയായി നിയോഗിക്കപ്പെട്ട സ്ഥലം. 8. ഇസ്ഹാഖ് അലൈഹിസ്സലാം റസൂലായി നിയോഗിക്കപ്പെട്ട സ്ഥലം. 9. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലം. 10. ആദം അലൈഹിസ്സലാമിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. 11. ആദ് ഗോത്രത്തിൻ്റെ വാസസ്ഥലം. ഇപ്പുറത്ത് നോക്കൂ. എ ഷാം, ബി ബാബിലോൺ, സി അഹ്ഖാഫ്, ഡി മുഅ്തഫിഖാത്ത്, ഇ ബൈത്തുൽ മഖ്ദിസ്. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ ചേർക്കാം. 7. ലൂത്ത് നബി അലൈഹിസ്സലാം നബിയായി നിയോഗിക്കപ്പെട്ട സ്ഥലം. ശരി ഉത്തരം ഡി മുഅ്തഫിഖാത്ത്. 8. ഇസ്ഹാഖ് അലൈഹിസ്സലാം റസൂലായി നിയോഗിക്കപ്പെട്ട സ്ഥലം. ശരി ഉത്തരം എ ഷാം. 9. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലം. ശരി ഉത്തരം ബി ബാബിലോൺ. 10. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ശരി ഉത്തരം ഇ ബൈത്തുൽ മഖ്ദിസ്. 11. ആദ് ഗോത്രത്തിൻ്റെ വാസസ്ഥലം. ശരി ഉത്തരം സി അഹ്ഖാഫ്, DABEC. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. നൂഹ് അലൈഹിസ്സലാമിൻ്റെ വഫാത്തിന് ഡാഷ് വർഷങ്ങൾക്ക് ശേഷമാണ് ഹൂദ് അലൈഹിസ്സലാമിനെ അല്ലാഹു തആല നിയോഗിച്ചത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 800. നൂഹ് അലൈഹിസ്സലാമിൻ്റെ വഫാത്തിന് 800 വർഷങ്ങൾക്ക് ശേഷമാണ് ഹൂദ് അലൈഹിസ്സലാമിനെ അല്ലാഹു തആല നിയോഗിച്ചത്. 13. അസൂയയും ഡാഷും ഇബ്ലീസിനെ ധിക്കാരിയാക്കി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അഹങ്കാരവും. അസൂയയും അഹങ്കാരവും ഇബ്ലീസിനെ ധിക്കാരിയാക്കി. 14. BC ഡാഷ് നൂറ്റാണ്ടിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 19. BC 19 നൂറ്റാണ്ടിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത്. 15. ഇസ്മായിൽ അലൈഹിസ്സലാം ജനിച്ച ഡാഷ് വർഷത്തിന് ശേഷം ഇസ്ഹാഖ് അലൈഹിസ്സലാം ജനിച്ചു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 14. 16. ആദം അലൈഹിസ്സലാം വഫാത്താകുമ്പോൾ മക്കളും പേരമക്കളുമായി ഡാഷ് പേർ ഉണ്ടായിരുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 4 ലക്ഷം. ആദം അലൈഹിസ്സലാം വഫാത്താകുമ്പോൾ മക്കളും പേരമക്കളുമായി 4 ലക്ഷം പേർ ഉണ്ടായിരുന്നു. 17. നൂഹ് അലൈഹിസ്സലാമിൻ്റെ മകൻ ഡാഷിൻ്റെ
സന്താന പരമ്പരയിൽ പെട്ടവരാണ് ആദ് ഗോത്രം. അവരിൽ പൂരിപ്പിക്കേണ്ടത് സാം. നൂഹ് അലൈഹിസ്സലാമിന്റെ മകൻ സാമിന്റെ സന്താന പരമ്പരയിൽ പെട്ടവരാണ് ആദ് ഗോത്രം. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. ഈജിപ്തിലെ രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സമ്മാനിച്ച ദാസി. ഉത്തരം ഹാജർ റളിയല്ലാഹു അൻഹ. 19. ആദം അലൈഹിസ്സലാമിന്റെ ജനാസ സംസ്കരണം നിർവഹിച്ചത് ആര്? ഉത്തരം മലക്കുകൾ. 20. നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പലിൽ ഉണ്ടായിരുന്ന മനുഷ്യർ എത്ര? ഉത്തരം 40 പുരുഷന്മാരും 40 സ്ത്രീകളും. 21. അൽ അബുസ്വാനി എന്ന പേരിൽ അറിയപ്പെടുന്ന നബി. ഉത്തരം നൂഹ് നബി അലൈഹിസ്സലാം. 22. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യം ഹിജ്റ പോയ സ്ഥലം. ഉത്തരം ഹറാൻ. 23. വഫാത്താകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വയസ്സ്. ഉത്തരം 175 വയസ്സ്. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. മരണാസന്നനായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളോട് ചെയ്ത വസിയത്ത് എന്തായിരുന്നു? ഉത്തരം അല്ലാഹു തആലയെ മാത്രമേ ആരാധിക്കാവൂ എന്നും മുസ്ലിമായി ജീവിച്ച് മരിക്കണമെന്നും അദ്ദേഹം മക്കളോട് വസിയത്ത് ചെയ്തു. 25. എങ്ങനെയാണ് തൂഫാനിന്റെ തുടക്കം? ഉത്തരം തൂഫാൻ എന്ന ജലപ്രളയമായിരുന്നു അത്. അതിശക്തമായ മഴ വർഷിച്ചു. ഭൂമിയിൽ നിന്ന് ഉറവകൾ പൊട്ടി പ്രവഹിച്ചു. എല്ലായിടത്തും വെള്ളം പൊങ്ങി. 26. സദോം നിവാസികളെ അല്ലാഹു തആല നശിപ്പിച്ചതെങ്ങനെ? ഉത്തരം നേരം പുലർന്നപ്പോൾ ഒരു ഘോര ശബ്ദമുണ്ടായി. അല്ലാഹു തആല അവരുടെ നാട് കീഴ്മേൽ മരിച്ചിട്ടു. 27. വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങളിൽ 2 എഴുതുക. ഉത്തരം ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പും സ്വർഗപ്രവേശവും ഭൂമിയിലേക്കുള്ള ഇറക്കവും വഫാത്തുമെല്ലാം സംഭവിച്ചത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ്. 28. സ്വാലിഹ് അലൈഹിസ്സലാമിനെ വധിക്കാൻ ശ്രമിച്ചവർക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം സ്വാലിഹ് അലൈഹിസ്സലാമിനെ വധിക്കാനായി ഒരു മലമ്പാതയിൽ പതിയിരുന്ന ആ സംഘത്തിന്റെ മേൽ ഒരു വലിയ പാറക്കല്ല് ഉരുണ്ടി വീണു. അവരുടെ ശിരസ്സുകൾ പൊട്ടിച്ചിതറി. 29. അല്ലാഹു തആല ആദ് ഗോത്രത്തെ എന്തെല്ലാം നൽകി അനുഗ്രഹിച്ചു? ഉത്തരം നദികളും തോട്ടങ്ങളും കന്നുകാലികളും കൊട്ടാരങ്ങളും അസാധാരണ കായിക ശക്തിയും നൽകി അല്ലാഹു തആല ആദ് ഗോത്രത്തെ അനുഗ്രഹിച്ചു. 30. ധിക്കാരിയായ ഇബ്ലീസിനോട് അല്ലാഹു തആല പറഞ്ഞതെന്ത്? ഉത്തരം നിന്നെയും നിന്റെ അനുയായികളെയും കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുക തന്നെ ചെയ്യും. 31. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഉത്തരം നൂഹ് നബി അലൈഹിസ്സലാം ശാന്തനും സഹനശീലനും എന്നും നോമ്പ് അനുഷ്ഠിക്കുന്നവരുമായിരുന്നു. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. സമൂദ് ഗോത്രം. സാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട മറ്റൊരു ഗോത്രമാണ് സമൂദ്. ഹിജാസിന്റെയും ഷാമിന്റെയും ഇടയ്ക്കുള്ള ഹിജ്റായിരുന്നു അവരുടെ വാസസ്ഥലം. ശക്തരും ഐശ്വര്യവാന്മാരുമായ അവർ സമതലങ്ങളിൽ കൊട്ടാരങ്ങളും പർവ്വതങ്ങൾ തുറന്ന് ഭവനങ്ങളും നിർമ്മിച്ചു. വിഗ്രഹാരാധകരും അധർമ്മക്കാരികളുമായ അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ അവരുടെ ഗോത്രക്കാരനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചു. ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ വിശ്വസിച്ചുള്ളൂ. 33. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യം പിതൃവ്യൻ ആസറിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം വിശ്വസിച്ചില്ല. തുടർന്ന് ജനങ്ങളെ സമീപിച്ചു. അള്ളാഹുവിനെ ആരാധിക്കുക, അവന് തഖ്വ ചെയ്യുക, അതാണ് നിങ്ങൾക്കുത്തമം. അദ്ദേഹം ഉത്ബോധിപ്പിച്ചു. പ്രാർത്ഥന കേൾക്കാത്ത, ഉപകാരം ചെയ്യാത്ത
വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന് പിതാക്കന്മാർ അങ്ങനെ ചെയ്തിരുന്നു എന്ന ന്യായമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ പിതാക്കളും വ്യക്തമായ വഴിക്കേടിലായിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. ഒരു ദിവസം ജനങ്ങൾ ഉത്സവം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തങ്ങളുടെ വിഗ്രഹങ്ങളെല്ലാം തകർത്തപ്പെട്ടതായി കണ്ടു. ഇത് ചെയ്തത് ഇബ്രാഹീമാണ്. ചിലർ പറഞ്ഞു, കൂട്ടത്തിൽ വലിയവനായിരിക്കും ചെയ്തത്. ചെറിയ ദൈവങ്ങളോട് ചോദിച്ചു നോക്കൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. തങ്ങളുടെ ആരാധനയുടെ പൊള്ളത്തരം അവർക്ക് ബോധ്യമാക്കി. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ഒക്കെ കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.